ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ കുട്ടികൾ മാറിവാനീസ് കോളേജ് സാറിനെ കാണാൻ ഭയങ്കരമായിട്ട് എങ്ങനെ സാധിക്കുന്നു ഇമാതിരി ഉളുത്ത ചോദ്യം ചോദിക്കാൻ? കുട്ടികൾക്ക് അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്, വോട്ട് ചെയ്യണം, അതൊന്നുമല്ല പ്രാധാന്യം. ഞങ്ങൾക്ക് കളക്ടറെ കാണണം. ഞങ്ങൾ അതിനാണ് ഞങ്ങളെല്ലാവരും കൂടെ ചാടി പുറപ്പെട്ട് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് കളക്ടറെ കണ്ടേ മതിയാവും. അവരോട് കറണ്ട് അഫയേഴ്സ് ചോദിച്ചാൽ അറിയില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കളക്ടർ ഈയിടയ്ക്ക് വൈറലായി ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് സബ് കളക്ടർ. ഒരാളെ സമാധി ചെയ്തപ്പോൾ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സബ് കളക്ടർ. പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സബ് കളക്ടറെ കാണാൻ ഇരിക്കണോ? സബ് കളക്ടറെ കാണാൻ ഇരിക്കണോ? ഭയങ്കര കാര്യമാണ്. ഈ സ്വാമി വിവാദം വന്നപ്പോഴാണോ പുള്ളിയെ ശ്രദ്ധിക്കുന്നത്? നാട്ടിൽ കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടില്ലെന്നുള്ള അവസ്ഥയിൽ ഇത്രയും പെണ്ണുങ്ങളൊക്കെ എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പെണ്ണ് കിട്ടാനില്ലാത്തവർ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോയി അവരുടെ അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനല്ല, സമാധി വിവാദം വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാരും അറിഞ്ഞത്. നേരിട്ട് കാണുന്ന ഇപ്പോഴാണോ? അതെ, ആദിവാദത്തെക്കാളും വലിയ വിവാദമാണ് ഈ വിവാദം. ആ മാപ്ര നല്ല രീതിയിൽ ഇളക്കി വിടുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്സ് ഇടാം, വീഡിയോ വലിച്ചു നീട്ടാം. കാരണം ഈ നാട്ടിൽ ഇപ്പോഴത്തെ കുട്ടികൾ വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളല്ലല്ലോ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ള ഗോസിപ്സ് ഇതൊക്കെയാണ് കൂടുതൽ താല്പര്യം. നാട്ടിലുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ ആക്കി തീർക്കുന്നതിൽ ഇങ്ങനെയുള്ള പത്രപ്രവർത്തകരുടെ പങ്ക് വലിയ ഒരിതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് കൂടുതൽ കാണിക്കുന്നത് നമുക്ക് നോക്കാം. എവിടെ പഠിക്കും? ഞങ്ങളെ ഒന്നുമില്ല, ചുമ്മാ പറ. ഒന്നുമില്ല, ഇല്ലട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. ഒരു വിവരവും ബോധവുമുള്ള ഒരു ന്യൂ ജനറേഷൻ പയ്യനാണ് നമ്മുടെ ഈ കളക്ടർ എന്ന് പറയുന്നത്. ആ വിവരവും ബോധമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എല്ലാം കൂടെ കെട്ടിപ്പുറപ്പെട്ട് അങ്ങ് പോവുകയാണ്. പക്ഷെ ഈ പോകുന്നവർക്ക് കുറച്ച് വിവരവും ബോധമൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇവിടെ വന്ന നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് അങ്ങനെ പറയല്ലേ. ഞങ്ങൾക്ക് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യണം, അതൊന്നും പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യം സാറിൻ്റെ ഗേൾ ഫോളോവേഴ്സ്, ഫാൻസ് ഫോളോയിങ്, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾക്ക് പത്രപ്രവർത്തകർക്ക് താല്പര്യം. 18 to 21 കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും. അപ്പോൾ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നല്ല ഒന്നാം തരം ഊക്കലെന്നല്ല, ഒന്നും പറയാനില്ല. എന്ത് ചോദിക്കാൻ വന്നു അതൊക്കെ കണ്ണിച്ചുകൊണ്ട് താൻ എന്താണോ ആ ദിവസം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ്. വോട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് ഇങ്ങനെയും തേഞ്ഞോട്ടാൻ വേണം ഒരു കഴിവ്. നമ്മളൊക്കെ ഈ ബബിൾക്കം ചവച്ച് അരച്ചിട്ട് താഴെ ഇട്ട് ചവിട്ടി തേക്കുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് അവിടെ നിന്ന് തേഞ്ഞൊട്ടുന്നത്. തേഞ്ഞൊട്ടിയാൽ അവിടെ കിടന്ന് നല്ലവണ്ണം മെഴുകുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോഴ്സിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അതിൽ ഇന്ന് പ്രധാനം നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ഇങ്ങനെ കുറെ ആളുകൾ വരുമ്പോൾ അവരോട് വോട്ട് ചെയ്യാൻ പറയത്തില്ല. നിങ്ങളെ കണ്ടില്ലേ? ശരി, താങ്ക് യു. സാർ കണ്ണൂരാണോ വീട്? ഈസായിട്ട് സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ നോക്കുക. നല്ലോണം കിട്ടി, എന്നിട്ട് അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. കണ്ണൂരാണ്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇതിനു മുന്നേ പാലക്കാട്. ശരി, ഇതിനകത്ത് കുത്തുന്നില്ല അല്ലേ? ഇന്ന് വോട്ടേഴ്സ് ഡേ ആണ്, ആ സെലിബ്രേഷൻ വന്നാണ്. എല്ലാവരും വോട്ട് ചെയ്യണം, തന്നെ പിന്തുടരുന്ന ആളുകളും വോട്ട് ചെയ്യണം, ഇതിൻ്റെ ഭാഗമാണോ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഊരി സബ് കളക്ടർ. നൈസായിട്ട് ഊരിയത് ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഒത്തുചേർന്നാൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവൂ എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ 100-ൽ 100 വാങ്ങണം എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ മാർക്ക് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഇക്കാലത്ത് 100% ലിറ്ററസി എല്ലാവരും പഠിച്ച് പുറത്തിറങ്ങുകയാണ്. പക്ഷേ വിവരവും ബോധവും ഇതൊക്കെ ഉണ്ടായാലേ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകാൻ പറ്റുള്ളൂ. അതാണ് ഈ ആൽഫ്രഡ് എന്ന് പറയുന്ന പുള്ളിക്ക് ഉള്ളത്. അതിന് പുള്ളിയുടെ മാതാപിതാക്കളെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ 100-ൽ 100 വാങ്ങണം, 100-ൽ 100 വാങ്ങണം എന്ന് പറഞ്ഞ് മാത്രം പഠിപ്പിക്കാതെ അവർക്ക് കുറച്ചുകൂടെയൊക്കെ
വിവരവും വിവേകവും ബോധവും ഒക്കെ നമുക്ക് അവർ പറഞ്ഞു കൊടുക്കണം. എന്നാലേ നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ പുറകെ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പെണ്ണ് കിട്ടുന്നില്ല എന്ന് കിടന്ന് കരഞ്ഞിട്ട് ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ ഇവിടെ കൂടിയേക്കുവാണ്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? നാട്ടിലെ വാർത്തകൾ, യഥാർത്ഥ വാർത്തകൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അവർ എന്താണ് സമാധി സംഭവം എന്ന് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല. പക്ഷേ അവർക്ക് സമാധി സംഭവവുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയ കളക്ടറെ കാണണം എന്ന് അവർക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു മൂല്യച്യുതി എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അത് അങ്ങ് വിറ്റുപോവുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കോമഡി കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ചിരിക്കാനാണോ കരയാനാണോ എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ.